ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടുത്തെ ഗണേശോത്സവത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ ഫ്ലാറ്റിലൊക്കെ 25-ാം തീയതിയാണ് ആഘോഷങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ അതിന് കുറച്ച് ദിവസം മുന്നേ തന്നെ എല്ലാ കടകളിലും ഡെക്കറേഷനുള്ള സാധനങ്ങളും എല്ലാം ഫുള്ള് ഡെക്കറേഷനും ലൈറ്റ് അറേഞ്ച്മെൻറ്റും എല്ലാം ആയിട്ട് നല്ല ഭംഗിയാണ് ഇവിടെ എല്ലാം കാണാൻ. അപ്പോൾ ഇത് തുടക്കമാണിത്. അപ്പോൾ 25-ാം തീയതിയാണ് രാത്രി ഒരു 10:30-11 മണി ആ സമയത്താണ് ഗണപതി ഭഗവാന്റെ ആ പ്രതിമ അത് കൊണ്ടുവരുന്നത്. അത് അവരൊരു വണ്ടിയിൽ കൊണ്ടുവരും. അപ്പോൾ നമ്മളതിനെ സ്വീകരിക്കാനായിട്ട് രംഗോലി, അതേപോലെ എല്ലാവരും ഈ ഡ്രമ്മ്, ഒരു പ്രത്യേക മ്യൂസിക്കൊക്കെ ഉണ്ട് ഇവരുടെ മഹാരാഷ്ട്രക്കാരുടെ ഒരു പ്രത്യേക മ്യൂസിക്കിലുള്ള ഒരു തരം സോങ്, ഡ്രമ്മ്, എല്ലാ ഫ്ലാറ്റിലുള്ള എല്ലാ ആൾക്കാരും വന്ന് ഡാൻസ് അങ്ങനെ എല്ലാം ആയി നല്ല അടിപൊളിയായിട്ടായിരുന്നു നമ്മൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികളും വലിയവരും എല്ലാവരും ഡാൻസ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു 11-12 മണി വരെ ഉണ്ടായിരുന്നു. പന്ത്രണ്ട് മണിയെന്ന് വെച്ചാൽ രാത്രിയാണ്. രാത്രി ഒരു 10:30 കൂടിയിട്ടാണ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നതും ഡാൻസ് ഇതെല്ലാം തുടങ്ങുന്നതും. എന്നിട്ട് രാത്രി ഒരു 12 മണിക്കാണ് ഭഗവാനെ സ്റ്റേജിൽ വെച്ച് നമ്മൾ എല്ലാവരും പിരിഞ്ഞു പോകുന്നത്. അങ്ങനെയായിരുന്നു അന്നത്തെ ദിവസം. ഇത് ഇവിടെ തന്നെയുള്ള എൻ്റെ 2 ഫ്രണ്ട്സ് ചേർന്ന് ഡെക്കറേറ്റ് ചെയ്ത സ്റ്റേജാണിത്. നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. അപ്പോൾ അവിടുന്ന് ഭഗവാനെ കൊണ്ടുവന്ന് ഈ സ്റ്റേജിൽ കൊണ്ടുവന്ന് ഇരുത്തും. അതിനുശേഷം 27-ാം തീയതിയാണ് ഇനി പൂജ തുടങ്ങുന്നത്. അന്ന് ആണ് ആദ്യത്തെ പൂജ. അപ്പോൾ ആ പൂജയ്ക്ക് ശേഷമാണ് നമ്മളിനി ഭഗവാന്റെ മുഖത്തിട്ടിരിക്കുന്ന ആ തുണി അന്നാണ് നമ്മൾ എടുക്കുക. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ. ഇനി 27-ാം തീയതി രാവിലെ ഒരു പണ്ഡിറ്റ്ജി വന്നിട്ടാണ് ഇവിടുത്തെ പൂജകളെല്ലാം ചെയ്യുന്നു. അതിന് ശേഷമാണ് ഭഗവാന്റെ മുഖത്തെ ആ തുണി എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 27-ാം തീയതിയാണ് ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ വീഡിയോയിൽ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം.